ഇതാണ് വൺ പീസിന്റെ OP12 എന്ന് പറഞ്ഞ ബൂസ്റ്റർ പാക്ക്. ഇത് ജാപ്പനീസ് ആണ് ആൻഡ് ഇതിൽ 24 പാക്കറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോന്നിൻ്റെ അത് 6 കാർഡോ 7 കാർഡ് എങ്ങാണ്ട് വെച്ചിട്ട് ആൻഡ് ഇതിനകത്ത് ഒരു അഷോർഡ് ഹിറ്റ് ഉണ്ടാവും. അതെന്തായിരിക്കും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ള സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. എന്താണെങ്കിലും ഇതും നമ്മൾ ഡെയിലി ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ട് ഷോർട്ടും റീലുമായിട്ട് ഇടും ആൻഡ് എല്ലാം കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മളൊരു സിംഗിൾ വീഡിയോയും കൂടെ ഇടാനായിട്ടാണ് പ്ലാൻ. സോ ചാനലൊക്കെ ഫോളോ ചെയ്ത് വെച്ചോ, സെറ്റ് ആക്കുക. ഓക്കെ, ഇതിൻ്റെ അത് മറ്റേ ET-BASE പോലെ ഒരു കൊട്ട സാധനങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ കാർഡ് പാക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് ഇത് പാക്ക് നമ്പർ 1. പോക്കിമോന്റെ പാക്കറ്റ് തുറക്കുന്ന പോലെ ഇത് എളുപ്പത്തിൽ അങ്ങ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറയേണ്ടത് പോക്കിമോന്റെ അകത്ത് പേരുകൾ വായിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് പേരുകൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ദാറ്റ്സ് 1. ഇത് നമ്മുടെ സാൻഡ് ഫ്രൂട്ട് ഉപയോഗിക്കുന്ന ആ എണ്ണയല്ലേ, എനിക്കറിയാം പുള്ളീനെ. ഇത് നമ്മുടെ ഗോസ്റ്റ് ഫ്രൂട്ട് ഉപയോഗിക്കുന്ന ചേച്ചി. ഞാൻ അങ്ങനെയൊക്കെ ആട്ടോ എൻ്റെ പേര് എൻ്റെ തലയിലിരിക്കുന്നത്. ഇയാളെ എനിക്കറിയാം, ഞാൻ ഇയാളെയും കണ്ടിട്ടുണ്ട് ആനിമയുടെ അകത്ത്. എനിക്ക് ഇവൻ്റെ ഒന്ന് പേരറിയത്തില്ല. ഡാം, വൺ പീസിൻ്റെ കാർഡ് തുറക്കാനിരിക്കുന്നു ഞാൻ. ഈ ജാപ്പനീസിൽ പേരെഴുതുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ പേരുണ്ടായിരുന്നെങ്കിൽ. സോറോന്റെ ലീഡർ കാർഡാണ് കേട്ടോ ഇത്. വലിയ ഹോളോയും സാധനമൊന്നുമല്ല, ജസ്റ്റ് നോർമൽ. ആൻഡ് ഫൈനലി ദാറ്റ്സ് എ ഷൈനി കാർഡ്. ഷൈനിയാണ് ബോയ്. വെൽ, ഇതാണ് OP12ന്റെ പാക്ക് നമ്പർ 2. അതിൽ തന്നെ വി ഹാവ് ബെയർ ഇമ്പാക്ട്. ഇതൊരു ഇവന്റ് കാർഡാണ്. ഓക്കെ, വി ഹാവ് ആക്സ് ഹാൻഡ് മോർഗൻ. ഓക്കെ, വി ഹാവ് പെസിഫിസ്റ്റ ക്യാരക്ടർ. ഓക്കെ, ഇതാരുടെ അണ്ണ എനിക്കറിയത്തില്ല. വെർഗോ എന്നെങ്ങാണ്ട പേര് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാറ്റ് വൈപ്പർ. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു കാർഡ് പാക്കിലുള്ള SR എന്ന് എനിക്ക് തോന്നുന്നത്. സൂപ്പർ റെയർ ഈ ഒരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് റിയലി ഷൈനി ഗുഡ്നെസ്. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലെ പാക്ക് നമ്പർ 3. വെൽ, നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ഒരു ഇവന്റ് കാർഡ് വെച്ചിട്ടാണ്, ഫോളോഡ് ബൈ ഡോൺ കിയോട്ടെ. നേരത്തെ കിട്ടിയ ലീഡർ കാർഡ് അല്ലാണ്ട് വേറൊരു വേരിയന്റ് ഓഫ് സോറോയും കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ചേട്ടൻ്റെ വീണ്ടും ഒരു കോപ്പി. ഓക്കെ, വീണ്ടും വന്നിരിക്കുന്നു ഒരു സോറോ. ആൻഡ് ഫൈനലി കോളയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ്. വെൽ, ഇതാണ് നമ്മുടെ OP12ലെ പാക്ക് നമ്പർ 4. ഓൾറെഡി ഡേ 2 നമുക്ക് SR കിട്ടിയ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇനി കിട്ടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ബട്ട് സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് വി ഹാവ് ഫൈൻ, ഫോളോഡ് ബൈ ഒരു ഇവന്റ് കാർഡ്. ഓക്കെ, അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് പോക്കർ. ഇത് നമ്മുടെ യങ് ബഗി കാർഡാണ്. 2 എണ്ണം കൂടെ ബാക്കി. കഴിഞ്ഞ ദിവസം കിട്ടിയ സെയിം കോപ്പി തന്നെയാണ്. ആൻഡ് ദ ഫൈനൽ കാർഡ് ഇറ്റ്സ് ഷാങ്ക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലെ പാക്ക് നമ്പർ 5. വെൽ, സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് നമ്മുടെ കയ്യിൽ ഈ ഒരു ചേച്ചിയുണ്ട്, സെൻപോ മാറു. ഓക്കെ, ഫോളോഡ് ബൈ അനദർ മറീൻ ക്യാരക്ടർ, ഒരു റോഷോമോൻ ഇവന്റ് കാർഡ്. നമ്മുടെ മറ്റേ കുത്തിവെക്കുന്ന ചേച്ചി. ഐ നോ. ഇതൊരു ഡോൺ കാർഡാണ്, റെയിലിന്റെ ഓൾട്ട് ആർട്ട് കാർഡ്. ആൻഡ് നമ്മുടെ ഫൈനൽ കാർഡ് ഓഫ് ദിസ് പാക്ക് ഈസ് an event കാർഡ്. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ പാക്കിന്റെ അതുപോലെ പാക്ക് നമ്പർ 7. പാക്ക് 2 ഒരു നല്ല സാധനം കിട്ടിയതിന് ശേഷമാണല്ലോ നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വെൽ, സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് നമുക്ക് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് തന്നെയാണ്. ഈ ചേട്ടൻ നമുക്ക് ഫസ്റ്റ് ഡേ കിട്ടിയതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഫോളോഡ് ബൈ ക്രോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സോറോന്റെ സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണിത്. ബേബി 5 നമുക്ക് ഇന്നലെ കിട്ടിയ കാർഡായിരുന്നു. കൗഷിറോ കാർഡ്. ആൻഡ് ഫൈനലി ഡു ഫ്ലമിംഗോ, ഷൈനി ഫ്ലമിംഗോ ആക്ച്വലി. വെൽ, ഇതാണ് പാക്ക് നമ്പർ 8 ഓഫ് OP12 ബൂസ്റ്റർ പാക്ക്. സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമ്മുടെ കയ്യിലുള്ളത് ബഫലോ. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്, കാർമൻ ചേച്ചി. അടുത്ത ഒരു ഇവന്റ് കാർഡ്, ഫോളോഡ് ബൈ കപ്പൽ പിടിച്ചിരിക്കുന്ന ചേട്ടനാ. ഇയാളാരുടെ? സെറ്റോ. നമ്മുടെ സെക്കൻഡ് ലീഡർ കാർഡാണ് ഇതുവരെ കിട്ടിയേക്കുന്നത്. കോല ചേച്ചിയുടെ ലീഡർ കാർഡാണ് ഇത്. ഇതിൻ്റെ ബാക്ക് വേറെ കളറാണ്. സോ ദാറ്റ് ഈസ് 1 ലീഡർ കാർഡ്. ആൻഡ് ദ ലാസ്റ്റ് 1 കോൺകറേഴ്സ് ഹാക്കി ഇവന്റ് കാർഡാണ് നമ്മുടെ ലാസ്റ്റ് 1. വീണ്ടും റെയിലി ചേട്ടൻ. ഇങ്ങനെ നമ്മൾ കുറേ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കിൻ്റെ അകത്ത്. വെൽ, ഇതാണ് നമ്മുടെ പാക്ക് നമ്പർ 9 ഓഫ് OP12 ബൂസ്റ്റർ ബോക്സ്. ഈ 1 പീസ് കാർഡുകളുണ്ടല്ലോ എല്ലാ സൈഡിലും വേറെ വേറെ പ്രൈസ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി റെയർ കാർഡുകളുടെ മാത്രം പ്രൈസ് കാണിക്കാം. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ട്, ക്യാരക്ടർ കാർഡ്, ഫോളോഡ് ബൈ Blackbeard, another character card. Let's go. Patty, Bastille. ഈ ക്യാരക്ടറിനെ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷെ കവമാത്സു എന്നാണ് പേര്. ആൻഡ് ഫൈനലി
ഹാക്ക്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് പാക്ക് നമ്പർ 10 ഓഫ് OP12 ബൂസ്റ്റർ പാക്ക്. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്ക് ഒരു ബേബി ഷെങ്സ് കാർഡ് ഉണ്ട്, ഫോളോഡ് ബൈ ഇത് ലോയിന്റെ പെങ്ങളാണോ, റാമി എന്നാണ് പേര്. വീണ്ടും ദ ബെസ്റ്റ് ക്യാരക്ടർ ഇൻ വൺ പീസ് ഫയർ ഫിസ്റ്റ് ഏസ് ഉള്ള ഒരു ഇവന്റ് കാർഡാണ് വന്നേക്കുന്നത്. വീണ്ടും ഒരു ഇവന്റ് കാർഡ്, ഇത്തവണ സാഞ്ചിയുടെ ഹീൽ കിക്ക്. ഒരു ലീഡർ കാർഡ് റെയിലിയുടെ, നൈസ്. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന കിസാറുവിന്റെ കാർഡാണ്. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലുള്ള പാക്ക് നമ്പർ 11. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് ഇതാര് ഉഷിക്കി മാറുന്നു അങ്ങനെ എന്താണ് പേര് എഴുതിയേക്കുന്നത് കേട്ടോ, ആരാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഫോളോഡ് ബൈ ക്യാരക്ടർ കാർഡ് കാർനെറ്റ് ക്രോ, ഓക്കെ, ഇനസൂമ എന്ന പേരുള്ള ക്യാരക്ടർ, ഗിൻ, ആൻഡ് ഫൈനലി ഡോൺ കിയോട്ടെ റോസിനാൻറ്റെ എന്നെങ്ങാണ്ടാണ് പേര്. എൻ്റെ ദൈവമേ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലുള്ള പാക്ക് നമ്പർ 12. ഇതുവരെ നമുക്ക് ഒരു SR കിട്ടിയിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ സ്പെഷ്യൽ ഇലസ്ട്രേഷൻ റെയറോ ഫുൾ ആർട്ടുകളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താണ് നഷ്ടത്തില്ല, നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ലല്ലോ ഈ പരിപാടിക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്ക് ഒരു ഇവന്റ് കാർഡാണ്. ഇത് റെയിലി മറ്റേ ഹാക്കിയോ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. ഫോളോഡ് ബൈ ബഫലോ, ജാങ്കോ, ഞാൻ പെട്ടു, വൈപ്പർ, ഇത് വൈറ്റ് ബിയർഡ് അല്ലേ, എഡ്വേർഡ് ന്യൂഗേറ്റ്, ആൻഡ് ഫൈനലി ഇത് ഇവന്റ് കാർഡ്. ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലുള്ള പാക്ക് നമ്പർ 13. സത്യം പറയാലും അധികം എക്സ്ട്രാകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്ക് നീക്കോ റോബിൻ. എക്സ്ട്രാ ഇല്ല എന്ന് പറഞ്ഞു, അപ്പം തന്നെ കിട്ടി ജാങ്കോ. എക്സ്ട്രാ ഇല്ല എന്ന് പറഞ്ഞു, വീണ്ടും കിട്ടി ഇന്നലത്തെ സെയിം ഹാക്കി. എടാ, ഇത് നേരത്തെ കിട്ടി അതേ പാക്കിന്റെ സെയിം സാധനങ്ങളാണ്. എഡ്വേർഡ് വീണ്ടും നമ്മുടെ കുത്തിവെക്കുന്ന ചേച്ചിയുടെ വേറെ ഇത് ഇവന്റ് കാർഡാന്ന് തോന്നുന്നു, ക്യാരക്ടർ അല്ല. നെവർ മൈൻഡ്. ലാസ്റ്റ് കാർഡ് ഈസ് സെങ്കുക്കു. ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിലുള്ള പാക്ക് നമ്പർ 14. കഴിഞ്ഞ തവണ എക്സ്ട്രാ ഇല്ല എന്ന് പറഞ്ഞു, അപ്പം തന്നെ തന്നു 3 എക്സ്ട്രകൾ. ഇത്തവണ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് ഇഷോ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇതാരാന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിഷിക്കിയേമോൻ. ദൈവമേ, വൺ പീസിലുള്ള എല്ലാ ക്യാരക്ടറിനെ അറിയണമെങ്കിൽ നമ്മൾ വല്ല PhD എടുക്കേണ്ടി വരും ഇതിൽ. ഇത് വീണ്ടും നമുക്ക് എക്സ്ട്രാ കാർഡാണ്, കഴിഞ്ഞ ദിവസം കിട്ടിയതാ, പേടിക്കണ്ട. മൊനെറ്റ്, ഓക്കെ, ആൻഡ് ഫൈനൽ കാർഡ്. വെൽ, ഈ ഒരു കൂസാന്റെ കാർഡ് ഇറ്റ് ലുക്സ് എക്സ്പെൻസീവ്. ഈ ഒരു കാർഡിന്റെ ആക്ച്വൽ വില ആരെങ്കിലും അറിയെങ്കിലേ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 15. കഴിഞ്ഞ തവണ നമുക്ക് നല്ലൊരു റെയർ കാർഡ് കിട്ടിയായിരുന്നു. അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് വീണ്ടും ഒരു എക്സ്ട്രാ കാർഡാണ്, ബ്ലാക്ക് ബിയർഡിനാണ് പിന്നെയും കിട്ടിയിരിക്കുന്നത്. ഫോളോഡ് ബൈ വീണ്ടും ഒരു കിഡ് ഷെങ്സ് കാർഡ്, ഇതും ഒരു എക്സ്ട്രാ തന്നെ. ഈ പോക്കറിന്റെ കാർഡ് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഓർമ്മയില്ല. ഈ ഷോപ്പ് കീപ്പറിന്റെ കാർഡ് ഡെഫിനറ്റ്ലി എക്സ്ട്രാ ആണ്, എനിക്ക് ഓൾറെഡി 2 കിട്ടിയെന്ന് തോന്നുന്നു. ബഗിയുടെ ക്യാരക്ടർ കാർഡ്, ആൻഡ് ഫൈനലി ആർമി കമാൻഡർ അസംബ്ലി ഇവന്റ് കാർഡാണ്. നോ വറീസ്. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 16. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്കൊരു കരച്ചിൽ കാർഡാണ്. ഇതെല്ലാം തോന്നുമ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്ന് കരയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോളോഡ് ബൈ വീണ്ടും നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു എക്സ്ട്രാ ആണത്, നോക്കണ്ട. അഗെയിൻ ആൻ എക്സ്ട്രാ, ഇതും കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. വീണ്ടും എക്സ്ട്രാ നമ്മുടെ ബഗിയുടെ കുട്ടിക്കാലം. ലാസ്റ്റ് ഡേ കിട്ടിയത് ഇതെന്ന വൈപ്പറോ എന്നാണെന്നല്ലേ പേര്. ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഷാർലറ്റ് പുഡിംഗ്. ഓക്കെ, നോട്ട് ബാഡ്. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 17. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ എക്സ്ട്രാകളൊന്നും കിട്ടുന്നില്ല എന്ന് പറയണ്ടായിരുന്നു, കാരണം അതിനുശേഷം ഫുൾ എക്സ്ട്രാകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എനിക്ക്. രാന്ത്. വെൽ, സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് വീണ്ടും ഒരു എക്സ്ട്രാ കാർഡാണ്. എനിക്കൊന്ന് നമ്മൾ തുറന്നേക്കുന്ന ഫസ്റ്റ് പാക്കിന്റെ അകത്തുള്ള ഇവന്റ് കാർഡ് ഓർമ്മയായിരുന്നു. ഇത് മറ്റേ കൂമയുടെ മറ്റേ കൈ പതിയുന്ന സാധനം, നല്ലൊരു ഇവന്റ് കാർഡ്. ഷിക്കി, ഓക്കെ, ബോണി, സെഫിറോ, ഓക്കെ, ക്വീന ചേച്ചി, ആൻഡ് ദ ലാസ്റ്റ് കാർഡ് കർഗാലയോ. ഞാൻ ഇനി ആദ്യമായിട്ടാട്ടോ കാണുന്നേ, ഏതാണ് ഈ ജന്തു. വെൽ, ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 18. സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ് നമുക്ക് ട്രാൻസ്ഫോംഡ് ആൽവിഡ ചേച്ചിനെ കാണാം. ഫോളോഡ് ബൈ വീണ്ടും കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു എക്സ്ട്രാ. ഓ മൈ ഗോഡ്, നമുക്ക് ഭാഗ്യമില്ലടാ, അടുത്ത എക്സ്ട്രാ കാർഡ്. അയ്യോ, മിസൽ ക്യൂ. ഇറ്റ് ലുക്സ് വെരി വിയർഡ്. ഗുഡ്നസ്, ഇതാരാണാവോ. ആൻഡ് ഫൈനലി that's shiny. That is shiny, but വലിയ വിലയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെയും ആക്ച്വൽ കാർഡ് വാല്യൂ ആരെങ്കിലും അറിയാമെങ്കിൽ ലെറ്റ് മീ നോ. എൻ്റെ ക്യാമറ ആംഗിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് കൊള്ളാം.
വെൽ ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 19. സംഭവം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടോ. ഇനി ഇതും കൂടെ കഴിഞ്ഞ് 4 പാക്കേ ബാക്കിയുള്ളൂ നമുക്ക് തുറക്കാനായിട്ട്. ഒരു നല്ലതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് സന്തോഷിച്ചേനെ. ഇച്ചിരി സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത്. വെൽ സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്യുവൽ ആണ് കാർഡ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയേക്കുന്ന ഒരു എക്സ്ട്രാ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതും നമുക്ക് കിട്ടിയേക്കുന്ന ഒരു എക്സ്ട്രാ ഇവന്റ് കാർഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൂപ്പൻ പൈറട്ട്, ഐ റിമെമ്പർ. ഡോൺ കിയോട്ടെ, ഇതും നമ്മുടെ എക്സ്ട്രാ ആണ് കേട്ടോ. ബൈ ദ വേ ഫൈനൽ കാർഡ് ഈസ് ഹിയോറി ചേച്ചി. വെൽ ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തുള്ള പാക്ക് നമ്പർ 20. വെൽ കാർഡ് തുറന്ന് അഡിക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് വി ഹാവ് ഇനു അറാഷി. ഇത് ഏതാ ജന്തു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നീക്കോ റോബിൻ, വീണ്ടും നമുക്ക് എക്സ്ട്രാ കിട്ടിയേക്കുന്ന സാധനമാണ്. ലിൻഡ്ബർഗ്, ഇതൊക്കെ ഏത് ആർക്കിലുള്ള ജന്തുവാ? അടുത്ത ഒരു ഇവന്റ് കാർഡ് വീണ്ടും സോറോന്റെ എബിലിറ്റിയാണ്. ഓക്കെ, 2 കാർഡും കൂടെ. മോജി ആൻഡ് കബാജി. ഓക്കെ, ആൻഡ് ഫൈനലി വീണ്ടും തിളങ്ങുന്നൊരു കാർഡ്. നോക്കട്ടെ. ഷിറഹോഷി ചേച്ചിയാണ്, ബട്ട് നോട്ട് ദാറ്റ് റെയർ. ഇതാണ് നമ്മുടെ OP12 ബൂസ്റ്റർ ബോക്സിന്റെ അകത്തു നിന്നുള്ള പാക്ക് നമ്പർ 21. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എല്ലാ പാക്കും തുറക്കുമ്പോഴത്തേക്ക് എന്താ നീ ഈ ഒരു വേഷം തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഒറ്റയടിക്കിലും തുറന്നേക്കുന്ന, ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സ്ട്രാ കാർഡാണ്. അടുത്തൊരു എക്സ്ട്രാ കാർഡ്. ഓ നോ, ഇതിന്റെ ചേച്ചിന്ന് ഞാൻ വിളിച്ചിട്ട് കുറെ പേര് കമന്റിൽ എന്നെ തുപ്പി. ദൈവമേ, ഇത് ഡ്യുവാൾ തന്നെയല്ലേ? ഡ്യുവാളിന്റെ ഇവന്റ് കാർഡല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് സോറോ ഇൻ ട്രെയിനിങ്. ആൻഡ് ഫൈനലി വീണ്ടും കുസാൻ തന്നെ. ആക്ച്വലി തീരാറായിട്ടോ. ഇനി ടോട്ടൽ ഇതും കൂടെ കൂട്ടി 3 പാക്ക് മാത്രം ബാക്കി. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ചേസ് കാർഡ് കിട്ടിയായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബിൻ വെരി വെരി ഹാപ്പി. പക്ഷേ സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ് വീണ്ടും ഒരു എക്സ്ട്രാ കാർഡാണ്, ഫോളോഡ് ബൈ വീണ്ടും another എക്സ്ട്രാ കാർഡ്. ഓ മൈ ഗോഡ്, ഒരു ഇവന്റ് കാർഡ്. കൂൾ, ഡഗ്ലസ് ബാരറ്റ്. ഓക്കെ, വീണ്ടും ഒരു എക്സ്ട്രാ കാർഡ്. ആൻഡ് ഫൈനലി നല്ല തിളക്കം ഉണ്ടാവണേ, തിളക്കമൊന്നുമില്ല, സാഡായി. ഇത് വിൻസ്മോക്ക് സോറ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഓക്കെ, വെൽ ലാസ്റ്റ് ഇനി 2 പാക്കും കൂടെ ബാക്കിയുള്ളൂ. ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് തുറക്കാൻ പോകുന്നു. പാക്ക് നമ്പർ 23, 24. സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ്, നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ കാർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത്തവണ കുറച്ച് കട്ടിയുണ്ടല്ലോ. ഓക്കെ, വീണ്ടും നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയേക്കുന്നതാണ് എക്സ്ട്രാ, another എക്സ്ട്രാ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എക്സ്ട്രാ ആവല്ലേ എന്നാണ്. കാരണം ഉണ്ടല്ലോ, ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത്രയും കുറച്ച് കാർഡുകൾ വേറെ നോക്കിയാൽ പോരെ. സോ ഇതെല്ലാം എക്സ്ട്രാസ് ആയിരുന്നു. ഐ തിങ്ക് സാഞ്ചിയുടെ ഈ ഒരു ഇവന്റ് കാർഡ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ദാറ്റ് മൈറ്റ് ബി ന്യൂ. ഈ ചേച്ചീനെയും എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അത് സാബു അല്ലേ? സാബുവിന്റെ കാർഡ് കിട്ടിയിട്ടില്ല. ദാറ്റ്സ് ന്യൂ. കിട്ടിയതാണെന്ന് തോന്നുന്നു. another എക്സ്ട്രാ, വീണ്ടും എക്സ്ട്രാ. വീണ്ടും എക്സ്ട്രാ. അയ്യോ, കോസുക്കി ഓഡിൻ. ആൻഡ് നമ്മുടെ ഫുൾ ബോക്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ഈസ് ഇത് ഡോൺ കിയോട്ടേന്റെ. ഇത് റെയർ ആണ് കേട്ടോ. ഇതിന്റെയും വില ആരെങ്കിലും കുറയെങ്കിൽ താഴെ കമന്റിൽ പറ കേട്ടോ. ഓക്കെ, നമുക്ക് 2 എണ്ണം ഉണ്ട് ഇങ്ങനെ തിളങ്ങുന്ന കാർഡുകൾ. അത് കൊള്ളാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനത്തെ TCG തുറക്കുന്നതിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് കാർഡ് തുറക്കുന്നതല്ല, മറിച്ച് ഇതെല്ലാം ഈ ഒരു ബൈൻഡറിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാം കറക്റ്റ് ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ആയിരിക്കുന്ന കാണുമ്പോഴല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ്. കറൻ്റ്ലി ഈ ഒരു ബൈൻഡർ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ബ്ലാക്ക് ബോൾട്ട് തുറന്നിട്ട് വെച്ച് അതേ ബൈൻഡർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്ലാക്ക് ബോൾട്ട് ഇവിടെ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ലൂയിസ് ഹാമിൽട്ടൺ ഇരിപ്പുണ്ട്. ഇത് മൈൻഡ് ചെയ്യേണ്ട. ഇത് വേറെയാണ് കേട്ടോ, ഇത് വേറെ സെറ്റാണ്, മറക്കരുത്. അപ്പം ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുത്തതാണ് ഇവിടെ 1 പീസ് ഇട്ടേക്കുന്നത്. സോ 1 മുതൽ അങ്ങ് തുടങ്ങിയിട്ട് ഇവിടെ കുറച്ച് കാർഡ്സ് മിസ്സിംഗ് ആണ്. 369 മിസ്സിംഗ് ആണ്. ഇവിടുത്തെ 15 മിസ്സിംഗ് ആണ്. വീണ്ടും ഈ മിസ്സിംഗ് ആയിട്ടുള്ള കാർഡുകൾ, നിങ്ങൾ ആരെങ്കിലും OP12 ജാപ്പനീസ് ബോക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എനിക്കിങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള കാർഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്ട്രാസ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഡു ലെറ്റ് മീ നോ കേട്ടോ. നമുക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്യാം. എനിക്കിതെല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 369 മിസ്സിംഗ് ആണ്. 15 എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു പേജൊക്കെ ഫുള്ളാണ്. ഈ ഒരു പേജും ഫുള്ളാണ്. ഐ തിങ്ക് 30 ഇല്ല, 34 ഇല്ല, പിന്നെ 37, 39, 40 ആണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടി കേട്ടോ. ഇത് ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ്സ് വാല്യുബിൾ. 39, 40യുടെ നോർമൽ ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. ഈ ഒരു ആർട്ട് മാത്രമേ ഉള്ളൂ. 40 നോർമൽ ഇല്ല. 41 ഇല്ല, 44 ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? നമ്മുടെ 56,
ഇവിടെ 670 ഇല്ല, ഇവിടെ 73 ഇല്ല, ഇവിടെ 84, 87, പിന്നെ 93, 94, ഇവിടെ 105. ഇതും വാല്യുബിൾ കാർഡാണ് ബൈ ദ വേ. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ വേറൊരു കാർഡ് ഉണ്ടല്ലോ. അതെ, ഇതാണ് മറ്റത്. നമുക്ക് 3 വാല്യുബിൾ കാർഡുകളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഈ ഒരു സെറ്റിൽ നിന്ന് ആക്ച്വലി. പിന്നെ ഇല്ലാത്ത ഏതാണ്? പിന്നെ ഈ 116ൻ്റെ ഇപ്പുറത്തേക്ക് എന്തെങ്കിലും കാർഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു റെയിലിയുടെ കാർഡ് മാത്രമാണ് ഇങ്ങനത്തെ ഈ ഒരു ബ്ലാക്ക് സാധനമായിട്ട് വന്നിട്ടുള്ളൂ. എൻ്റെ ബാക്ക് കണ്ടതേ, ഇറ്റ്സ് എ വൈറ്റ് ബാക്ക് കാർഡ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 116 കാർഡുകളുടെ ഇപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഐ ആക്ച്വലി ഡോണ്ട് നോ. സോ 116 വരെ അത്ര സാധനങ്ങളാണ് എനിക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാസ് ഞാൻ ഇതും അറേഞ്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. വീണ്ടും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണം ആൻഡ് എനിക്കില്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ട്രാസ് ഉള്ളത്. കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കിട്ടോ. ആൻഡ് വൺ മോർ പേജ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ വൺ പീസിൻ്റെ എക്സ്ട്രാസ് ഉള്ളത്. അതെ, നമ്മുടെ പോക്കിമോണിൻ്റെ എക്സ്ട്രാസ് ഇതേ ഇരിക്കുന്നു. എനിക്ക് ബൈൻഡർ നിറയ്ക്കണം കേട്ടോ. ഇവിടെ ഇനി എത്ര പേജും ഉണ്ട് ബാക്കി? 1 2 3 4 5 6 7 8 9 10 11 12 12 ലീഫിൽ 12 ലീഫ് ബാക്കിയുണ്ട്. നമുക്ക് എന്തെങ്കിലും കാർഡ് സെറ്റ് ആക്കാടാ, നോക്കട്ടെ. സൂൺ ഓൾ ഇൻ ഗുഡ് ടൈം. അപ്പോൾ അതായിരുന്നു നമ്മുടെ OP12ൻ്റെ ബൂസ്റ്റർ ബോക്സിൻ്റെ ഓപ്പണിങ്. വീണ്ടും ഈ ഒരു ഫുൾ സീരീസ് കുറച്ച് ടൈം എടുത്ത്, എനിക്കറിയാം കുറച്ച് അധികം പാക്കുകൾ ഉണ്ടായിരുന്നല്ലോ, ഓരോന്നായിട്ട് ഞാൻ തുറന്ന് എടുത്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കുന്നവരായിരുന്നെങ്കിൽ ഡെയിലി ഓരോരോ പാക്ക് വെച്ചിട്ട്, യൂട്യൂബ് ആണെങ്കിൽ എല്ലാം ഒറ്റയടിക്കൊരു വീഡിയോയും ഡെയിലി ഒരു ഷോർട്സും കൂടെ എന്നിട്ട് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റേ കാർഡുകളെ ആരെങ്കിലും കയ്യിൽ കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇംഗ്ലീഷിനുള്ള കിഡ്നി എനിക്കില്ല. സോ ജാപ്പനീസ് OP12 എൻ്റെ ഇല്ലാത്ത കാർഡുകൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. എൻ്റെ എക്സ്ട്രാസ് കാണിച്ചായിരുന്നു, അതിൽ നിന്ന് വേണ്ടത് പറഞ്ഞാൽ മതി.